ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 2 ശമൂവേൽ 22 23 സങ്കീർത്തനം 57 ആണ്. 2 ശമൂവേൽ 22 23 സങ്കീർത്തനം 57 വരുമ്പോൾ നാം ദാവീദിൻ്റെ ജീവിതത്തിൻ്റെയും ഭരണത്തിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ദാവീദിൻ്റെ ജീവിതയാത്രയെ മുഴുവനായി തിരിഞ്ഞു നോക്കാൻ ഈ അധ്യായങ്ങൾ നമുക്ക് വളരെ അർത്ഥവത്തായ ഒരു അവസരം നൽകുന്നു. ദാവീദ് വിജയവും പരാജയവും തിരസ്കരണവും പുനഃസ്ഥാപനവും കുടുംബവേദനയും രാഷ്ട്രീയ സംഘർഷങ്ങളും അപകടങ്ങളും വിടുതലുകളും അനുഭവിച്ച മനുഷ്യനായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്തെല്ലാം നേടി എന്നല്ല അവൻ പ്രധാനമായി പറയുന്നത്, മറിച്ച് ദൈവം എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നാണ് അവൻ പറയുന്നത്. ഈ ഭാഗങ്ങളിലെ കേന്ദ്ര സന്ദേശം ഇതാണ്: വിശ്വാസ ജീവിതം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല. എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിലും ദൈവം നമ്മുടെ സങ്കേതമായി നിലകൊള്ളുന്ന ജീവിതമാണ്. 2 ശമൂവേൽ 22 സങ്കീർത്തനം 18 ഏതാണ്ട് പൂർണ്ണമായി സാമ്യമുള്ളതാണ്. ശൗലിൽ നിന്ന് മറ്റ് ശത്രുക്കളിൽ നിന്നും ദൈവം ദാവീദിനെ വിടുവിച്ചതിന് ശേഷം അവൻ പാടിയ സ്തുതിഗീതമാണിത്. അവൻ ആരംഭിക്കുന്നത് വളരെ മനോഹരമായ വാക്കുകളോടെയാണ്: യഹോവ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ സംരക്ഷകനും ആകുന്നു. ഇവിടെ ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുന്ന വിശേഷണങ്ങളുടെ പുരോഗതി നമുക്ക് ശ്രദ്ധിക്കാം. പാറ എന്ന് വെച്ചാൽ സ്ഥിരത, കോട്ട എന്ന് വെച്ചാൽ സംരക്ഷണം, വിടുവിക്കുന്നവൻ എന്ന് വെച്ചാൽ രക്ഷ, പരിച എന്നാൽ പ്രതിരോധം, ദുർഗം എന്നാൽ സുരക്ഷ. ദാവീദ് തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് ദൈവത്തെ ഇങ്ങനെ വിവരിക്കുന്നത്. ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരുന്ന സമയങ്ങൾ അവൻ ഓർക്കുന്നു. അവൻ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവൻ്റെ നിലവിളി കേട്ടു. ഭൂമി കുലുങ്ങുന്നതും ആകാശം കുനിയുന്നതും ദൈവം തൻ്റെ ദാസനെ രക്ഷിക്കുവാൻ ഇറങ്ങി വരുന്നതുമായ അതിശക്തമായ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. ദാവീദ് പറയുന്നത് ചുരുക്കത്തിൽ നാം നോക്കുകയാണെങ്കിൽ, ഞാൻ കഷ്ടതയിലായിരുന്നു, എങ്കിലും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരുന്നില്ല. തുടർന്ന് ദൈവത്തിന് മുമ്പിൽ താൻ നടന്ന വഴിയെക്കുറിച്ച് ദാവീദ് സംസാരിക്കുന്നു. തൻ്റെ നീതിക്കും കൈകളുടെ നിർമ്മലതയ്ക്കും അനുസരിച്ചാണ് ദൈവം തന്നോട് ഇടപെട്ടതെന്ന് അവൻ പറയുന്നു. ഇത് ദാവീദ് താൻ പാപരഹിതനായിരുന്നുവെന്ന് അവകാശപ്പെടുന്നതായി മനസ്സിലാക്കരുത്. ദാവീദിൻ്റെ ഗുരുതരമായ പാപങ്ങൾ നമുക്ക് മുമ്പത്തെ അധ്യായങ്ങളിൽ അറിയാം. ഇവിടെ അവൻ ഉദ്ദേശിക്കുന്നത് ദൈവവുമായുള്ള തൻ്റെ ബന്ധത്തെയും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കാനുള്ള തൻ്റെ പൊതുവായ പ്രതിബദ്ധതയും കുറിച്ചാണ്. തുടർന്ന് വളരെ മനോഹരമായ ഒരു പ്രഖ്യാപനം വരുന്നു: ദയയുള്ളവനോട് നീ ദയ കാണിക്കും, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനായി കാണപ്പെടും, നിർമ്മലനോട് നീ നിർമ്മലനായി കാണപ്പെടും. അവസാനം ദാവീദ് പറയുകയാണ്: നീ എൻ്റെ ദീപമാകുന്നു, യഹോവേ, എൻ്റെ ഇരുട്ടിനെ നീ അവിടുന്ന് പ്രകാശിപ്പിക്കും. എത്ര ശക്തമായൊരു പ്രഖ്യാപനമാണിത്! ദാവീദ് ഇരുട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്, എന്നാൽ ആ ഇരുട്ടിൽ ദൈവം അവൻ്റെ വെളിച്ചമായി. 23 ആരംഭിക്കുന്നത് വേദപുസ്തകം ദാവീദിൻ്റെ അവസാന വചനങ്ങൾ എന്ന് വിളിക്കുന്ന ഭാഗത്തോടെയാണ്. ദാവീദ് പറയുന്നു: യഹോവയുടെ ആത്മാവിനിലൂടെ സംസാരിച്ചു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേൽ ഉണ്ടായിരുന്നു. തൻ്റെ വാക്കുകളും തൻ്റെ രാജ്യത്വവും ഒടുവിൽ ദൈവത്തിൻ്റെ അധികാരത്തിനും നിയന്ത്രണത്തിനും കീഴിലുള്ളതാണെന്ന് ദാവീദ് തിരിച്ചറിയുന്നു. തുടർന്ന് ദാവീദ് ഒരു ഉത്തമ ഭരണാധികാരിയെക്കുറിച്ച് സംസാരിക്കുന്നു. മനുഷ്യരുടെ മേൽ വാഴുന്നവൻ നീതിമാനായിരിക്കണം, ദൈവഭയത്തിൽ വാഴുന്നവൻ ആയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ദാവീദ് ഒരു രാജാവായിരുന്നു, എന്നാൽ അധികാരം എന്നത് വെറും അധികാരസ്ഥാനം മാത്രമല്ലെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. നേതൃത്വം ദൈവഭയത്തിൽ നിർവഹിക്കപ്പെടേണ്ട ഉത്തരവാദിത്തമാണ്. തുടർന്ന് അധ്യായം ദാവീദിൻ്റെ വീരന്മാരുടെ പ്രശസ്തമായ പട്ടിക നമുക്ക് നൽകുന്നു. ഈ മനുഷ്യർ ദാവീദിനോടൊപ്പം പ്രയാസകരമായ കാലങ്ങളിൽ നിന്നു. അവർ യുദ്ധങ്ങളിൽ പോരാടി രാജ്യത്തെ സംരക്ഷിച്ചു, അസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചു. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം വളരെ ഹൃദയസ്പർശിയാണ്. ബേത്ലഹേമിലെ കിണറ്റിലെ വെള്ളത്തിനായി ദാവീദിന് ആഗ്രഹം തോന്നി. അവൻ്റെ 3 വീരന്മാർ ശത്രുക്കളുടെ പാളയത്തിലൂടെ കടന്നു ചെന്ന് ആ വെള്ളം എടുത്തുകൊണ്ടുവരുന്നു. എന്നാൽ ദാവീദ് അത് കുടിക്കാൻ തയ്യാറായില്ല. അവനത് യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു: സ്വജീവനെ പണയം വെച്ച് പോയ പുരുഷന്മാരുടെ രക്തം തന്നെയല്ലോ ഇത്. അവരുടെ ത്യാഗത്തിൻ്റെ വില ദാവീദ് മനസ്സിലാക്കി. അതുകൊണ്ട് 23 ദാവീദിനെക്കുറിച്ച് മാത്രമല്ല നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം ദാവീദിൻ്റെ ചുറ്റും ഏൽപ്പിച്ച മനുഷ്യരെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വേല ഒരു ദൈവദാസനും പൂർണ്ണമായും ഒറ്റയ്ക്കും നിർവഹിക്കാവുന്നതല്ല. ഇനി സങ്കീർത്തനം 57 വരുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു സമയത്തേക്കാണ് നാം തിരികെ പോകുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് ദാവീദ് ശൗലിൽ നിന്ന് ഓടിപ്പോയി ഒരു ഗുഹയിൽ ഒളിച്ചിരുന്ന കാലഘട്ടവുമായി ബന്ധിപ്പിക്കുന്നു. ദാവീദ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകിൽ നിഴലിൽ ശരണം പ്രാപിക്കുന്നു.
ദാവീദ് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ യഥാർത്ഥ സങ്കേതം ഗുഹയായിരുന്നില്ല, അവൻ്റെ സങ്കേതം ദൈവമായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സത്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഗുഹയ്ക്ക് ദാവീദിൻ്റെ ശരീരത്തെ മറയ്ക്കാൻ കഴിഞ്ഞു, എന്നാൽ അവൻ്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമായിരുന്നു. ദാവീദ് പറയുന്നു, അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. അവൻ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരുന്നു. അവരുടെ പല്ലുകൾ കുന്തങ്ങളും അമ്പുകൾ പോലെയും അവരുടെ നാവ് മൂർച്ചയുള്ള വാൾ പോലെയും ആണെന്ന് ദാവീദ് വിവരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് സങ്കീർത്തനത്തിൻ്റെ അന്തരീക്ഷം മാറുന്നു. 5-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. 11-ാമത്തെ വാക്യത്തിലും അതേ പ്രഖ്യാപനം വീണ്ടും വരുന്നു. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിൻ്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. ദാവീദ് ആരംഭിക്കുന്നത് എന്നോട് കൃപയുണ്ടാകണമേ എന്ന നിലവിളിയോടെയാണ്. എന്നാൽ അവസാനിപ്പിക്കുന്നത് ദൈവമേ, നീ മഹത്വപ്പെടണമേ എന്ന ആരാധനയോടെയാണ്. അവൻ തൻ്റെ പ്രശ്നത്തിൽ ആരംഭിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ അവസാനിക്കുന്നു. ഈ 3 ഭാഗങ്ങളും ഒരുമിച്ച് നോക്കുമ്പോൾ സങ്കീർത്തനം 57 ഗുഹയിൽ കഴിയുന്ന ദാവീദിനെ കാണിക്കുന്നു. 2 ശമൂവേൽ 22 വിടുതൽ ലഭിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുന്ന ദാവീദിനെ കാണിക്കുന്നു. 2 ശമൂവേൽ 23 തൻ്റെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ദാവീദിനെ കാണിക്കുന്നു. അതുകൊണ്ട് ദാവീദിൻ്റെ വിശ്വാസത്തെ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് കാണാം. പ്രതിസന്ധിയിൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പ്രതിസന്ധിക്ക് ശേഷം അവൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത അവൻ അംഗീകരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിന് ഇത് അതിമനോഹരമായ ഒരു മാതൃകയാണ്. ചിലപ്പോൾ നമ്മുടെ പ്രശ്നം നീക്കണമെന്ന ആഗ്രഹത്തോടെയാണ് നാം ദൈവത്തെങ്കിലേക്ക് വരുന്നത്. എന്നാൽ ദാവീദ് അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കി. ദൈവം സാഹചര്യങ്ങളെ മാറ്റുന്നതിന് മുൻപ് തന്നെ ആ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം അവൻ്റെ സങ്കേതമായി മാറി. സങ്കീർത്തനം 57:1 ഇപ്രകാരം പറയുന്നു, ഞാൻ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. നിഴൽ എന്നത് അപകടം ഇല്ലാതായി എന്നർത്ഥമല്ല. അപകടം ഇപ്പോഴും ചുറ്റുമുണ്ടായിരിക്കുമ്പോഴും ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ ദൈവം നമ്മെ കൊടുങ്കാറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു, ചിലപ്പോൾ ദൈവം കൊടുങ്കാറ്റിൻ്റെ നടുവിൽ നമ്മെ താങ്ങി നിർത്തുന്നു. ഈ രണ്ടും ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. 2 ശമൂവേൽ 22:29 ഇപ്രകാരം പറയുന്നു, യഹോവേ, നീ എൻ്റെ ദീപമാകുന്നു. യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദാവീദ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇരുട്ടുണ്ടായിട്ടില്ല എന്നല്ല. അവൻ പറയുന്നത് എൻ്റെ ഇരുട്ടിൽ ദൈവം എൻ്റെ ദീപമാണ്. ഇത് നമ്മുടെ ജീവിതത്തോടും വളരെ നേരിട്ട് സംസാരിക്കുന്ന ഒരു സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ, നിരാശകൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, എതിർപ്പുകൾ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, തെറ്റിദ്ധാരണകൾ, ഏകാന്തത, ശുശ്രൂഷയിലെ ഭാരങ്ങൾ, നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള സാഹചര്യങ്ങൾ. എന്നാൽ ഇരുട്ട് എന്നത് ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്നല്ല. ചിലപ്പോൾ നാം ചോദിക്കും, കർത്താവേ, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഇരുട്ടിലൂടെ കടന്നു പോകുന്നത്? ദൈവം ഉടൻ തന്നെ ആ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നില്ല. എന്നാൽ അവൻ നമുക്ക് തന്നെ വെളിച്ചമായി നൽകുന്നു. നീ എൻ്റെ ദീപം ആകുന്നു. 2 ശമൂവേൽ 22 ദാവീദ് പിന്നിലേക്ക് നോക്കുകയാണ്. ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ അവൻ ഓർക്കുന്നു. ഇത് ആത്മീയമായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നത്തെ പ്രശ്നത്തെ നേരിടുമ്പോൾ ഇന്നലെ ദൈവം കാണിച്ച വിശ്വസ്തത നാം പലപ്പോഴും മറന്നുപോകുന്നു. ദാവീദ് പറയുന്നു, മുമ്പ് എന്നെ വിടുവിച്ച ദൈവം ഇന്നും എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർക്കുന്ന ശീലം നാം വളർത്തിയെടുക്കണം. നാം നിരുത്സാഹപ്പെടുമ്പോൾ ഓർക്കുക, ദൈവം നമുക്കായി തുറന്ന വാതിലുകൾ, ദൈവം ഉത്തരം നൽകിയ പ്രാർത്ഥനകൾ, ദൈവം നമ്മെ രക്ഷിച്ച അപകടങ്ങൾ, ദൈവം നമ്മെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മനുഷ്യർ, നിങ്ങൾക്ക് ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ ദൈവം നമുക്ക് നൽകിയ ശക്തി. ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും. 2 ശമൂവേൽ 23 ദാവീദ് ഒറ്റയ്ക്കല്ല നടന്നതെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം അവന് വീരന്മാരെ നൽകി. ഇത് ക്രിസ്തീയ ശുശ്രൂഷയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമുക്കൊപ്പം പ്രാർത്ഥിക്കുന്നവർ, നമ്മോടൊപ്പം നിൽക്കുന്നവർ, നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവർ, ആവശ്യമായപ്പോൾ നമ്മെ തിരുത്തുന്നവർ, നമ്മോടൊപ്പം ശുശ്രൂഷിക്കുന്നവർ, പ്രയാസകരമായ കാലങ്ങളിലും വിശ്വസ്തരായി നിലകൊള്ളുന്നവർ ആവശ്യമാണ്. അതുപോലെ അത്തരം ആളുകളെ തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യണം. ദാവീദ് ആ വെള്ളം കുടിക്കാതെ ഒഴിച്ചു കളഞ്ഞത് അതിന് പിന്നിലെ ത്യാഗം അവൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ചിലർ വളരെ നിശബ്ദമായി ശുശ്രൂഷ ചെയ്യുന്നുണ്ടാകാം. അവരുടെ സേവനത്തിന് പിന്നിൽ എത്ര ത്യാഗമുണ്ടെന്ന് നാം എല്ലായ്പ്പോഴും തിരിച്ചറിയണമെന്നില്ല. നന്ദിയുള്ളൊരു നേതാവ് വിശ്വസ്തരായ ആളുകളെ ഒരിക്കലും നിസ്സാരമായി കാണുകയില്ല. ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഈ അധ്യായങ്ങൾ നൽകുന്ന പ്രസക്തി എന്താണ്? 1, നിങ്ങൾ നിങ്ങളുടെ ഗുഹയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ഗുഹ എന്നത് മറ്റാർക്കും മനസ്സിലാകാത്ത ഒരു സാഹചര്യമായിരിക്കാം.
നിങ്ങൾ ഒറ്റപ്പെട്ടതായോ തിരസ്കരിക്കപ്പെട്ടതായോ അനിശ്ചിതത്വത്തിലായതായോ തോന്നിയേക്കാം. എന്നാൽ സങ്കീർത്തനം 57 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഗുഹ നിങ്ങളുടെ കഥയുടെ അവസാനമല്ല. ദാവീദിൻ്റെ ഗുഹ പിന്നീട് ഒരു സാക്ഷ്യത്തിൻ്റെ സ്ഥലമായി മാറി. അതുപോലെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസത്തിൻ്റെ സ്ഥലം ഒരു നാൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന സാക്ഷ്യത്തിൻ്റെ സ്ഥലമായി മാറിയേക്കാം. 2, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ആരാധനയെ നിർണ്ണയിക്കാൻ അനുവദിക്കരുത്. ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരുന്നപ്പോഴും ദാവീദ് പറഞ്ഞു, ദൈവമേ നീ മഹത്വപ്പെടണമേ. എല്ലാം സുഖകരമായി തീർന്ന ശേഷം മാത്രമല്ല അവൻ ആരാധിച്ചത്. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. ദൈവം നമുക്ക് നൽകുന്നത് കൊണ്ട് മാത്രമല്ല, അവൻ ആരാണെന്നതിലാണ് നാം അവനെ ആരാധിക്കുന്നത്. 3, ഇരുട്ടിൽ ദൈവത്തെ നിങ്ങൾ വെളിച്ചമാക്കുക. നാളെ എന്തായിരിക്കുമെന്ന് നമുക്ക് എല്ലായ്പ്പോഴും അറിയില്ല. എന്നാൽ നാളെയെ കൈവശം വെച്ചിരിക്കുന്നവൻ ആരാണെന്ന് നമുക്കറിയാം. വഴി മുഴുവനും കാണേണ്ട ആവശ്യമില്ല. അടുത്ത ചുവട് വയ്ക്കുവാൻ വേണ്ടത്ര വെളിച്ചം മതി. നീ എൻ്റെ ദീപം ആകുന്നു. 4, ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർക്കുക. ഭയം നിങ്ങളോട് ദൈവം നിന്നെ മറന്നിരിക്കുന്നുവെന്ന് പറയുമ്പോൾ പിന്നിലേക്ക് നോക്കുക. നിരുത്സാഹം നിങ്ങളോട് നിനക്ക് ഇതിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പുറകിലേക്ക് നോക്കുക. ഭാവി അനിശ്ചിതമായി തോന്നുമ്പോൾ നടത്തിയ വഴികളെ നോക്കി പറയുക, യഹോവ ഇതുവരെ എന്നെ നടത്തി, ഇതുവരെ എന്നെ കൊണ്ടുവന്നു. 22-ാം അധ്യായത്തിലെ ദാവീദിൻ്റെ ഗാനം അടിസ്ഥാനമായി ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്തെടുക്കുന്ന ഒരു സാക്ഷ്യമാണ്. 5-ാമതായി നന്നായി പൂർത്തിയാക്കുക. 2 ശമൂവേൽ 23 ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് ദാവീദിൻ്റെ ജീവിതം ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ്. അവൻ്റെ വിജയങ്ങൾ നാം കണ്ടു, പരാജയങ്ങളും കണ്ടു. ജീവിതം പൂർണ്ണമായിരുന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ ജീവിതയാത്രയിലുടനീളമുണ്ടായിരുന്നു. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഞാൻ എങ്ങനെ ആരംഭിച്ചു എന്നത് മാത്രമല്ല, ഞാൻ എങ്ങനെ പൂർത്തിയാക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നാം നമ്മുടെ യാത്ര ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടും ഇപ്പോഴും ആരാധിച്ചുകൊണ്ടും ഇപ്പോഴും സേവിച്ചുകൊണ്ടും ഒടുവിൽ ഇങ്ങനെ പറയാൻ കഴിയുന്നവരായി തീരട്ടെ, യഹോവ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാൻ ഉള്ള 2 ചോദ്യങ്ങൾ. ഞാൻ എൻ്റെ ഗുഹയിലായിരിക്കുമ്പോൾ എൻ്റെ യഥാർത്ഥ സങ്കേതം എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത്, എന്നെയോ ദൈവത്തെയോ? സങ്കീർത്തനം 57 ഗുഹയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദിനെ നാം കാണുന്നു. 2 ശമൂവേൽ 22 വിടുതൽ ലഭിച്ചതിന് ശേഷം ദൈവത്തിന് നന്ദി പറയുന്ന ദാവീദിനെ നാം കാണുന്നു. 2 ശമൂവേൽ 23 ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അംഗീകരിക്കുന്ന ദാവീദിനെ നാം കാണുന്നു. ഈ 3 ഭാഗങ്ങളും ചേർന്ന് നമുക്ക് നൽകുന്ന ശക്തമായ സന്ദേശം ഇതാണ്: ഗുഹയിലായിരിക്കുമ്പോഴും അവനിൽ ആശ്രയിക്കുക, വിടുതൽ ലഭിക്കുമ്പോൾ അവനെ സ്തുതിക്കുക, ജീവിതയാത്രയിലുടനീളം അവൻ്റെ വിശ്വസ്തത ഓർക്കുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.